നേരത്തെ പൂർത്തിയാക്കാൻ കഴിയാതിരുന്ന ഒരു വാർത്തയിലേക്കാണ്. ഇടുക്കി കട്ടപ്പനയിൽ ബാങ്കിന് മുന്നിൽ നിക്ഷേപകൻ ജീവനൊടുക്കിയതിന്റെ വിവരങ്ങളുമായി ബിനീഷ് ആന്റണിയാണ് ചേരുന്നത്. ബിനീഷ്, പ്രതിഷേധത്തിന്റെ വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണോ? ഈ ആത്മഹത്യാ കുറിപ്പിൽ എന്തൊക്കെ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്? ലിബീഷ്, വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ഈ കട്ടപ്പനയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. BJP-യും കോൺഗ്രസും അതോടൊപ്പം തന്നെ വ്യാപാരികളുടെ നേതൃത്വത്തിലെല്ലാം തന്നെ വലിയൊരു പ്രതിഷേധമാണ് ഇവിടെ ഉടലെടുത്തത്. എന്തായാലും വലിയൊരു നാടിനെ ദുഃഖകരത്തിലാക്കിയ ഒരു സംഭവം തന്നെയാണ് ഈ ഒരു ആത്മഹത്യാ കുറിപ്പ് കണ്ടെടുത്തിരിക്കുന്നത്. ഈ ആത്മഹത്യാ കുറിപ്പിൽ സൂചിപ്പിച്ചിരിക്കുന്നത് തന്റെ ജീവിതകാലം മൊത്തം സമ്പാദിച്ച പണം താൻ ഈ റൂറൽ ബാങ്കിൽ നിക്ഷേപിച്ചു. താൻ ഈ പണം തന്റെ ഭാര്യയുടെ ചികിത്സയ്ക്ക് ആവശ്യമായി പണം ആവശ്യം വന്നപ്പോൾ ഈ ബാങ്കിൽ പണം ആവശ്യത്തിനായി ഇന്നലെ ചെന്നപ്പോൾ തന്നെ അപമാനിച്ചുവെന്നും ഈ ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നു. കൂടാതെ തന്നെ പിടിച്ചു തള്ളുകയും അസഭ്യം പറയുകയും ചെയ്തു. ഇതിൽ ബാങ്ക് സെക്രട്ടറിക്കും അതോടൊപ്പം തന്നെ ജീവനക്കാർക്കെതിരെയാണ് ഇത്തരത്തിൽ ഒരു ആത്മഹത്യാ കുറിപ്പ് എഴുതിയ ശേഷം ഇന്ന് രാവിലെ ഇത്തരത്തിലൊരു ആത്മഹത്യ സാബു ചെയ്തിരിക്കുന്നത്. ഏതായാലും സമീപവാസികളാണ് ഈ ആത്മഹത്യ ചെയ്ത സാബുവിനെ കണ്ടത്. പിന്നീട് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. ഏതായാലും വലിയൊരു സങ്കടകരമായ ഒരു വാർത്ത തന്നെയാണ് നമുക്ക് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ഉയരുന്നത്. സ്വന്തം തന്റെ ഭാര്യയുടെ ചികിത്സാവശ്യത്തിൽ താൻ നിക്ഷേപിച്ച പണം തനിക്ക് കിട്ടാതെ വന്നതോടെയാണ് വലിയൊരു മനോവിഷമത്തിൽ തന്നെയാണ് ഈ ആത്മഹത്യ കുറിപ്പ് തയ്യാറാക്കി ഇത്തരത്തിൽ ഇദ്ദേഹം ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. ഏതായാലും വലിയ രീതിയിൽ പ്രതിഷേധം ഉയർന്നതോടെ തന്നെ പോലീസ് സ്ഥലത്തുണ്ട്. മൃതദേഹം ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ സമ്മതിക്കാതെ തന്നെ വലിയ പ്രതിഷേധം തന്നെ ഉടലെടുത്തിരുന്നു. ഏതായാലും പോലീസ് ഇപ്പോൾ ഈ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കും എന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇവർക്കെതിരെ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു നടപടി സ്വീകരിക്കാൻ തന്നെയാണ് പോലീസിന്റെ ഒരു തീരുമാനം. എന്തായാലും ആത്മഹത്യാ കുറിപ്പും അതോടൊപ്പം തന്നെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബാക്കിയുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ലിബീഷ്, ഈ നിക്ഷേപം തിരികെ കൊടുക്കാത്തതിന് ബാങ്ക് എന്തെങ്കിലും വിശദീകരണം നൽകുന്നുണ്ടോ? നിലവിൽ ബാങ്ക് അധികൃതരുടെ ഭാഗത്തുനിന്നൊരു വിശദീകരണം നമുക്ക് ലഭ്യമായിട്ടില്ല. ഏതായാലും അത്തരത്തിലൊരു വിശദീകരണം ഇനിയും വന്നേക്കാമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കാരണം കൃത്യമായ ഒരു അന്വേഷണം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. എത്രത്തോളം തുക നിക്ഷേപിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് തിരികെ ലഭിക്കാത്തത്, എല്ലാ ചോദ്യങ്ങൾക്കും ഈ ഉദ്യോഗസ്ഥർ മറുപടി പറയേണ്ട ഒരു സാഹചര്യമുണ്ട്. ഏതായാലും ഈ ബാങ്ക് അധികൃതരുടെ ഭാഗത്തുനിന്ന് ഇതുവരെ ഒരു വിശദീകരണം നിലവിൽ വന്നിട്ടില്ല. ഏതായാലും ഇനി വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. രവീഷ്, ഇടുക്കി കട്ടപ്പനയിലാണ് നിക്ഷേപകൻ ബാങ്കിന് മുന്നിൽ ജീവനൊടുക്കിയത്. വളരെ വലിയ പ്രതിഷേധമാണ് അവിടെ ഉയരുന്നത്.